നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PNC മാക്കിലുള്ള ടോക്കൺ ഫീസിൻ്റെ പേയ്മെൻറ്റും അതുപോലെ അത് റീഫണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. PNC മാക്കിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. 50 കോളേജുകളാണ് 2023 PNC മാക്കിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ കോളേജുകളുടെ ഓപ്ഷനുകളും നൽകണം. 10 കോളേജുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. PNC മാക്കിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഒരേ ഫീസ് തന്നെയാണ്. ഫീസ് കൺസെഷനുകൾ ഒന്നും ആർക്കും ലഭിക്കുന്നതല്ല. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനും സാധിക്കുകയില്ല. ഗ്രാൻസ് സ്കോളർഷിപ്പും ലഭിക്കുകയില്ല. 2023 PNC മാക്കിൽ 6 അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത്. ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ കോളേജുകളുടെ ഓപ്ഷനുകളും നൽകണം. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന അന്ന് മുതൽ ഫീ റെമിറ്റൻസ് എന്ന് കൊടുത്തിട്ടുള്ള ആ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുൻപായി ടോക്കൺ ഫീസായിട്ട് 10,000 രൂപ അടയ്ക്കണം. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്ന ആ ദിവസത്തിൽ വൈകുന്നേരം 5 മണിക്ക് മുൻപായി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ ഫീസുകൾ മുഴുവനും നൽകേണ്ടതായിട്ടും ഉണ്ട്. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവിടെ നൽകണം. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന അന്ന് മുതൽ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന്റെ അന്ന് വൈകുന്നേരം 5 മണി വരെ ഏത് ദിവസത്തിൽ വേണമെങ്കിലും ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫീ റെമിറ്റൻസ് എന്ന് പറയുന്ന ആ ദിവസം വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ടോക്കൺ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നത്. ടോക്കൺ ഫീസ് അടച്ചവർക്ക് മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നത്. കോളേജ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടും. സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുകയും ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീസ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലെ കോളേജും അവർക്ക് കാണുകയില്ല. കോളേജിൽ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് ആ കോളേജിൽ തുടരുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ താല്പര്യമുള്ള കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി PNC മാക്കിന്റെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ടതാണ്. PNC മാക്ക് വഴി ഒരു കോളേജിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസുകളും അടച്ചതിന് ശേഷം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് LBS വഴി ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് മാറുന്നതിന് PNC മാക്കിൽ നിന്ന് അനുവദിച്ചാൽ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ PNC മാക്കിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കും. എന്നാൽ LBSലുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ മാറുന്നതിന് PNC മാക്കിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് NOC ലഭിച്ചെങ്കിൽ മാത്രമാണ് മാറുവാനായിട്ട് സാധിക്കുന്നത്. PNC മാക്കിൽ ജോയിൻ ചെയ്ത കുട്ടികൾ LBSന്റെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോൾ PNC മാക്കിലെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് NOC വാങ്ങി കയ്യിൽ കരുതി വെക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ LBS വഴി ഒരു കോളേജ് ലഭിച്ചാൽ അവർക്ക് അവിടേക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. NOC നൽകിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഫീസുകളും PNC മാക്കിൽ നിന്ന് തിരികെ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുവാനും റിമൂവ് ചെയ്യുവാനും പുതിയ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും സാധിക്കും. എപ്പോഴും 10 കോളേജുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ഫീ റെമിറ്റൻസിന്റെ സമയത്ത് തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ജോയിനിങ് സമയത്ത് തന്നെ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. താല്പര്യമില്ല എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ തുടർന്നുള്ള എല്ലാ അലോട്ട്മെന്റുകളിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും.
തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ കൂടുതൽ താല്പര്യമുള്ള കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ, ലഭിച്ച കോളേജ് താല്പര്യമില്ല എങ്കിലും നിങ്ങൾക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. PNC മാക്കിന്റെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും. PNC മാക്കിലുള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം LBS, CPANS, AMCS, FNCK തുടങ്ങിയ അസോസിയേഷനുകളിൽ വഴി അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ അവിടേക്ക് മാറണമെങ്കിൽ PNC മാക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് സമ്മതിച്ചാൽ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. PNC മാക്കിന്റെ ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഫീ റെമിറ്റൻസ്, കോളേജ് ജോയിനിങ് എന്നിങ്ങനെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ അലോട്ട്മെന്റിന് ശേഷവും അതാത് സമയങ്ങളിൽ ഓരോ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാനും അതുപോലെ ലഭിച്ച കോളേജ് നഷ്ടപ്പെടാതെയും ഇരിക്കുകയുള്ളൂ. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജ് ലഭിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ്. 10,000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. എല്ലാ വിഭാഗത്തിൽ ഉള്ളവരും 10,000 രൂപയാണ് നൽകേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ, കഫേ, ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ രീതിയിൽ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്താം. ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിന് കാലതാമസമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.